പടം കാണാൻ പോയിരിക്കുന്നവരോട് എന്താണ് പറയുന്നത്? രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷെ ഒന്നും എനിക്ക് വർക്കാവില്ല. എനിക്ക് അതെല്ലാം കാണാൻ എനിക്ക് ചിരിയാണ് വന്നത്. പുഷ്പ 2 ഒന്ന് പോയി കണ്ടിട്ട് വരാം. പുഷ്പ ഫയർ മോഡ് നമ്മളെ പടം കണ്ടിട്ട് കറക്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. പാരിപ്പള്ളി രേവതി തിയേറ്റർ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ പോയി ടിക്കറ്റ് എടുക്കണം. പ്രതീക്ഷ അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ തിയേറ്ററിലോട്ട് പോവുകയാണ്. തമിഴ് വെർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അല്ലു അർജുന്റെ പുഷ്പ 2 സ്വന്തം രേവതി സിനിമാസിൽ കണ്ടിട്ട് കറക്റ്റ് അഭിപ്രായം പറഞ്ഞു തരാം. എന്തിനാണ് പരിപാടി? കൊള്ളാമെന്ന് പറയുന്നത്, കൊള്ളത്തില്ലെന്നും പറയുന്നത്. നമ്മളൊന്ന് കണ്ടു നോക്കട്ടെ. പടം കണ്ടു. എനിക്ക് ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡിനകത്ത് എല്ലാ ഫീലിങ്സും 100% കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ 150 കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളു. കൊടുക്കുന്ന പൈസ മുതലൊക്കെയാണ്. പക്ഷെ എന്റർടൈനിങ് ആണ്. എനിക്ക് ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ട. ആവറേജ് പടം. എടാ നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ടിട്ട്? പടം കൊള്ളാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറെ മാസം സാധനം കുത്തി കയറ്റി. പിന്നെ വലിച്ചു നീട്ടിയാണൊക്കെ തോന്നിയ ആവശ്യമില്ലാത്ത ഇമോഷണൽ സീനിയും ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത പിന്നെ കൊടുത്ത പൈസക്ക് ഒരു സമയം നേരം പോക്കിന് വേണമെങ്കിൽ ഇമോഷൻസ് വർക്കായ സാഡ് മൊമെന്റ് ഇമോഷൻസ് ഒന്നും എനിക്ക് വർക്കാവില്ല. എനിക്ക് അതെല്ലാം കാണാൻ എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷെ ഫസ്റ്റിന്റെ അത്ര പോരാ. നേരത്തെ നിനക്കോടാ ഈ ഒരു 3 മണിക്കൂറിന് മേലുള്ള പടത്തിനൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒരുപാട് സീനുകളും സെക്കൻഡാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് 100% ഫസ്റ്റ്. മാസം കാര്യങ്ങളൊക്കെ എങ്ങനെ? മാസ് ആവശ്യമില്ല. ഒരു ആവശ്യമില്ലാത്ത കുറെ മാസ്, പിന്നെ ഓവറായിട്ടുള്ള സീൻസ്, സെന്റി സീൻസ് എല്ലാം ഭയങ്കരമായിട്ട് വർക്കായിട്ടില്ല. ഇനി പടം കാണാൻ പോയിരിക്കുന്നവരോട് എന്താണ് പറയുന്നത്? പടം എന്റർടൈൻമെന്റ് ആണ്. ശ്രീവല്ലി അടിപൊളി. ഫഹദ് ഫാസിൽ എന്താ പറയാനുള്ളത്? പ്രൗഡ് മൊമെന്റ് അല്ലേ? പ്രൗഡ് മൊമെന്റ് ഉണ്ട്. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓരോ പടങ്ങളും പുള്ളി ഞെട്ടിച്ചോണ്ടിരിക്കുക. പക്ക ആക്ടിങ്ങില് വേറെ ലെവല്. മലയാളിയാണെന്ന് പറയുന്നതിൽ ഒരു അഭിമാനം ഇല്ല ഉണ്ടല്ലേ? ഉണ്ട്. അത്രേ ഉള്ളു ഗൈസ്. അവസാനമായിട്ട് നമ്മുടെ വീട്ടിന്റെ അടുത്ത് കറക്റ്റ് നിന്റെ ജെന്യൂൻ പറഞ്ഞാൽ കൊള്ളത്തില്ല. ഓക്കെ.